ഹേ മങ്സ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എയർ ഡ്രോപ്പ് പ്രൊജക്റ്റുകളൊക്കെ ലിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് പേർക്ക് റിവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അത് കൺവേർട്ട് ചെയ്ത് USDT ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ഇതെങ്ങനെ INR ആക്കാം എന്നുള്ള ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. നമ്മൾ P2P വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. P2Pൻ്റെ റിസ്ക്കുകളും ഒക്കെ അറിയുന്നതുകൊണ്ട് ഇത് വേറെ ഏത് വഴിയിൽ ചെയ്യാം എന്നുള്ളത് ഒരു വീഡിയോ ആയി ചെയ്യാമെന്ന് തോന്നി. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് വഴി വിഡ്രോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇന്ത്യൻ എക്സ്ചേഞ്ചാണ്. CoinDCX ആണ് ഞാൻ പറയാൻ വന്നത്. CoinDCX പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അവിടെ വെച്ച് നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി CoinDCX എത്രമാത്രം ട്രസ്റ്റഡ് ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഈ അക്കൗണ്ട് എടുക്കുന്നത് 2022-ലാണ്. എടുക്കാനുണ്ടായിരുന്ന റീസൺ നമ്മുടെ ദുൽഖർ സൽമാനായിരുന്നു ഇവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ CoinDCX മലയാളം ആഡ് എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ദുൽഖർ സൽമാൻ ആളുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നോക്കുവാണെങ്കിൽ സിമിലർ ആണ് എല്ലാ എക്സ്ചേഞ്ചസിലെയും പോലെ തന്നെ. നമ്മളുടെ KYC കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിവാർഡ് USDT ആയി കൺവേർട്ട് ചെയ്ത് അത് ഈ CoinDCX എക്സ്ചേഞ്ചസിലേക്ക് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ഏറ്റവും താഴെയായിട്ടുള്ള പോർട്ട്ഫോളിയോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെയായിട്ട് കാണാൻ വേണ്ടി പറ്റും റിസീവ് ചെയ്തിട്ടുള്ള ആ ഒരു ബാലൻസ്. ജസ്റ്റ് ഒന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനെ സെല്ല് ചെയ്ത് നമ്മൾ INR ആക്കി മാറ്റേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുവേണ്ടി ഏറ്റവും താഴെയായിട്ടുള്ള സെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് മേലെയായിട്ട് കാണാം എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 86 റുപ്പീസോളം നമുക്ക് കിട്ടുന്നുണ്ട് 1 USDTക്ക്. നിങ്ങളുടെ ബാലൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പീസിലോ അല്ലെങ്കിൽ USDTയിലോ ഇതിന് എത്രമാത്രം നിങ്ങൾ സെല്ല് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ താഴെ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ബാലൻസ് മുഴുവൻ അവിടെയായിട്ട് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. താഴെയായിട്ട് കാണാൻ വേണ്ടി പറ്റും ഇൻക്ലൂഡ്സ് ഫീ ആൻഡ് GST ഒക്കെയാണ്. ജസ്റ്റ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ USDT INR ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യണം. വിഡ്രോ ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പോർട്ട്ഫോളിയോ എടുക്കുക. ഇതിനകത്ത് ഏറ്റവും മേലെയായിട്ടുള്ള ഈ ഒരു സിമ്പൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബൈ ഡിഫോൾട്ടായിട്ട് അവിടെ ക്രിപ്റ്റോ ആയിരിക്കും സെലക്ട് ആയിട്ടുണ്ടാവുക. നിങ്ങൾ INR സെലക്ട് ചെയ്യുക. INR സെലക്ട് ചെയ്യുമ്പോൾ അവിടെ അവൈലബിൾ ബാലൻസ് കാണാൻ വേണ്ടി പറ്റും. ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കാണാൻ വേണ്ടി പറ്റും. എൻ്റെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ വരുന്നത് ജസ്റ്റ് നൗ ഞാനൊരു ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരു 100 റുപ്പീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ ചെയ്യുന്നത് 2021 ഒക്ടോബറാണ്. 3 വർഷം മുന്നെയാണ് ഇതിൽ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായി കാണുന്ന വിഡ്രോ INR എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കോയിൻ വാങ്ങാനാണെങ്കിൽ ഇവിടെ ഡെപ്പോസിറ്റ് INR ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെപ്പോസിറ്റ് INR ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് മിനിമം വരുന്ന എമൗണ്ട് 100 രൂപയാണ്. 100 രൂപ മുതൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെയായിട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ ബൈൻഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ ആണ്. സോ എനിക്കിവിടെ ചേഞ്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ UPID ഓപ്ഷനൊന്നും ഇല്ല. മറ്റ് ബാങ്കുകൾക്ക് അത് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. ഇതിനകത്ത് എനിക്കിപ്പോൾ IMPS ഇമീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് ആയിട്ടുള്ള ഓപ്ഷൻ മാത്രമേ എനേബിൾ ആയിട്ടുള്ളൂ. അത് വെച്ചിട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കോയിനുകൾ വാങ്ങാൻ വേണ്ടി പറ്റും. നമ്മുടെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ട് എങ്ങനെ INR ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിനായിട്ട് ഇവിടെ വിഡ്രോ INR ക്ലിക്ക് ചെയ്യുക. ഇവിടെയായിട്ട് കാണാൻ വേണ്ടി പറ്റും മിനിമം എമൗണ്ട് വരുന്നത് 100 രൂപയാണ് ഇവിടെയും. സോ നമ്മൾ എൻ്റെ കയ്യിലുള്ള ബാലൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 100 രൂപ കൂടെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ ടു വിഡ്രോ ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ ഒരു OTP വരും നമ്മുടെ അക്കൗണ്ടിലേക്ക്. ഇത്ര മാത്രം ചെയ്താൽ മതിയാവും. 72 അവേഴ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ആ ഒരു ബാലൻസ് എത്തുന്നതായിരിക്കും. സോ ആരും P2P ചെയ്ത് റിസ്ക് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽ സ്റ്റെപ്പ് കാണാനായിട്ട് ഇവർ തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഹൗ ടു ഡു ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ളത്. അതും കൂടെ നിങ്ങൾക്ക് കയറി നോക്കാം. 72 അവേഴ്സിനുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് എത്തുന്നതായിരിക്കും. 72 അവേഴ്സ് എന്നവർ പറയുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ടൈമാണ്. പെട്ടെന്ന് തന്നെ എത്തുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. എയർ ഡ്രോപ്പ് റിവാർഡ് സെല്ല് ചെയ്തിട്ടുള്ള USDT നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ബൈനാൻസിലോ ബൈബിറ്റിലോ ഒക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെ CoinDCXലേക്ക് ഇത് സെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഷോർട്ടായിട്ട് പറയാം. 2 മെത്തേഡാണുള്ളത്. ഒരെണ്ണം CoinDCX ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം പോർട്ട്ഫോളിയോയിലേക്ക് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡ് ടോപ്പിലായിട്ടുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെലക്റ്റായി കിടക്കുന്നത് ക്രിപ്റ്റോ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം താഴെയുള്ള ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് USDT ആണെങ്കിൽ USDT ടാപ്പ് ചെയ്യുക. ഇവിടെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നെറ്റ്വർക്ക് ഇപ്പോൾ കിടക്കുന്നത് BEP20, അതായത് ബൈനാൻസിൻ്റെ ചെയിനാണ് നമ്മളിപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡ്രോപ്പ് ഡൗണിൽ ERC ചെയിൻ ഉണ്ട്, TRC ചെയിനൊക്കെ ഉണ്ട്. ഇത് ഏറ്റവും വിഡ്രോവൽ ഫീ കുറഞ്ഞിട്ടുള്ള നെറ്റ്വർക്ക് ഏതാണോ അത് ചൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഞാൻ BEP20 ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ അഡ്രസ്സ് ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. നമ്മൾ ഉറപ്പ് വരുത്തുക ഇവിടെ മെമോ ടാഗ് അങ്ങനെയൊന്നും പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടില്ല. സോ അത് അഡ്രസ്സ് കോപ്പി ചെയ്യുക. അതിനുശേഷം ബൈബിറ്റ് ആണോ ബൈനാൻസ് ആണോ നമ്മൾ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ വാലറ്റ് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് സ്പോട്ടിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സെല് ചെയ്ത USDT അവിടെ കിടപ്പുണ്ടാവും. അവിടെ വെച്ചിട്ട് വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അവിടെ ഏത് നെറ്റ്വർക്കാണോ ചൂസ് ചെയ്തിട്ടില്ല ആ നെറ്റ്വർക്ക് തന്നെ ഇവിടെയും ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിൻ്റെ വിഡ്രോവൽ ഫീ ചെക്ക് ചെയ്യുക. നമ്മളിവിടെ വിഡ്രോ ചെയ്യുമ്പം മൾട്ടിപ്പിൾ വാലറ്റ് നെറ്റ്വർക്ക് ചൂസ് ചെയ്തതിന് ശേഷം ഏതിലാണ് കുറവ് ഫീസ് ഉള്ളത് നോക്കുക. USDTയുടെ കേസിൽ നിങ്ങൾക്ക് ചെറിയൊരു ലോസ് അവിടെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. വളരെ ചെറിയൊരു എമൗണ്ടാണ് നമുക്ക് കിട്ടുന്ന. റിവാർഡ് വലുതാണെങ്കിൽ അത് നെഗ്ലിജിബിൾ ആയിരിക്കും. ആ ഒരു എമൗണ്ട് പോലും നഷ്ടപ്പെടുത്താതെ വളരെ ചീപ്പായിട്ട് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് CoinDCXൽ നമ്മൾ USDT സെലക്ട് ചെയ്യുന്നതിന് പകരം ട്രാൻസാക്ഷൻ ഫീ കുറഞ്ഞിട്ടുള്ള നെറ്റ്വർക്ക് ഫീ കുറഞ്ഞിട്ടുള്ള ട്രോൺ എടുക്കുക, അല്ലെങ്കിൽ മറ്റ് കോയിനുകൾ എടുക്കുക. XLM, ലൈറ്റ് കോയിനൊക്കെ പോലെ എടുക്കുക. ട്രോണാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ട്രോൺ എടുക്കുക. അതിനുശേഷം ഇവിടെ ഇത് കോപ്പി ചെയ്യുക. വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ട്രോൺ നെറ്റ്വർക്ക് ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ മെമോ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. കോപ്പി ചെയ്തതിന് ശേഷം ബൈനാൻസോ ബൈബിറ്റോ എടുത്തിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ നെറ്റ്വർക്ക് വഴി ഇങ്ങോട്ട് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടുള്ള സ്ക്രീനിൽ നിങ്ങളെല്ലാം വായിച്ച് വെരിഫൈ ചെയ്യുക എത്രയാണ് അവർ ഫീ ആയിട്ട് എടുക്കുന്നതെന്നുള്ളത്. ബൈനാൻസിലാണെങ്കിൽ 1 TRX ആണ് ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് ഫീ ആയിട്ട് വരുന്നത്. ബൈബിറ്റിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് 8 ആണെന്ന് തോന്നുന്നു. സോ അവിടെ ഒരു $1 നഷ്ടമായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ വൈസ്ലി ചൂസ് ചെയ്യുക ഏത് നെറ്റ്വർക്കാണ് ഇവിടേക്ക് സെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ളത്. ഇത്രയുമാണ് നമുക്ക് കിട്ടുന്ന റിവാർഡുകൾ എങ്ങനെ INR ആക്കി അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം. നമ്മൾ നൈറ്റ് VC ഇടാറുണ്ട് ഡെയിലി. ആ VCയിൽ വന്നിട്ട് ഡൗട്ടുകൾ ചോദിക്കാം. അവിടെ അഡ്മിൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് മെമ്പേഴ്സ് ഉണ്ടാവും. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.